ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷനിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു. ഡൽഹിയിലെ രാജ്നിവാസ് ഇമ്മാനുവൽ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ പങ്കെടുത്തു. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലെ ആഘോഷങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. രാവിലെ 8:30 ദേവാലയത്തിലെത്തിയ പ്രധാനമന്ത്രിക്കായി ഡൽഹി ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രത്യേക പ്രാർത്ഥന നടത്തി. അരമണിക്കൂർ ദേവാലയത്തിൽ ചെലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രിക്ക് ബൈബിളും CNI കുരിശും ബിഷപ്പ് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമ സംഭവങ്ങൾ ഉന്നയിച്ചില്ലെന്നും അവ ഉചിതമായ സമയത്ത് ഉന്നയിക്കുമെന്നും ബിഷപ്പ് പോൾ സ്വരൂപ്. Already many people have given the representations, and as I said, today is not the day to raise those issues. We will raise those issues at the appropriate time. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ വിശ്വാസികളെ തടഞ്ഞതിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ അടക്കമുള്ള വിശ്വാസികൾ പോലീസിനോട് പ്രതിഷേധിച്ചു. The service is fixed. There is a timing for it. They are not letting us into it. The first service will be open. The whole worship of Christmas is finished. I don't see the sense in it. സുരക്ഷയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങളെന്നും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും പ്രധാനമന്ത്രിയോടൊപ്പം ദേവാലയം സന്ദർശിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അകത്ത് നല്ലൊരു സോളം സെറിമണി ആയിരുന്നു. കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ, കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. അതിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഡൽഹിയിലെ രാജ്നിവാസ് ഇമ്മാനുവൽ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുത്തു. ക്രിസ്മസ് ദിനത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേവാലയ സന്ദർശനത്തിന് ഇത്തവണ സാമൂഹികവും രാഷ്ട്രീയവുമായി ഒട്ടേറെ പ്രസക്തിയുണ്ട്. ഡൽഹി കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.